തൽക്കാലം ഞങ്ങൾ പോകുന്നു. പക്ഷേ ഇനി ഞങ്ങൾ വരുമ്പോ ഇതുപോലെ വെറും കൈയോടെ പോകുമെന്ന് വിചാരിക്കണ്ട. ദാ ഇയാളെയും പൊക്കിയെടുത്തോണ്ടേ പോകൂ. ആയിക്കോട്ടെ, അത് അപ്പോഴല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സാർ ഇറങ്ങിയാട്ടെ. പാടോ. തളർച്ചയുള്ളത് കൈക്കല്ലല്ലോ, മനസ്സിനല്ലേ? മരണം ആഗ്രഹിച്ച് കിടക്കുന്നവന് ഇനി എന്തോന്ന് ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെങ്കിൽ തന്നെ എന്തിന്? മക്കൾക്ക് വേണ്ട, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട, പിന്നെ ആർക്കാ ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. മറ്റൊരാഗ്രഹവും എനിക്കിപ്പോ ഇല്ല. ജീവിക്കണമെന്നില്ല. കുറച്ച് വിഷം വാങ്ങി മദ്യത്തിലോ ചായയിലോ ഒഴിച്ചു തന്ന് ഈ ലോകം വിടാനുള്ള വിസ ഒരുക്കി തന്ന അത്രയും സന്തോഷം. ആരാന്ന് നോക്കൂ സ്വാമി. മഹേന്ദ്രൻ സാറ് അകത്തുണ്ട്. എന്താ കാര്യം? അത് ഞാൻ നേരി പറഞ്ഞോളാം. എന്ത് പ്രശ്നം വന്നാലും കൂസാക്കാത്ത മഹേട്ടൻ തന്നെയാണോ ഈ പറയുന്നേ? ആ കാലമൊക്കെ കഴിഞ്ഞു നിർമ്മലേ. ആ എന്താ അലക്സ ഈ വഴിക്ക്? ഡ്രൈവർ പറയുന്നത് സാറ് പറഞ്ഞിട്ടാണ് പ്രകാശ് എന്ന ആളെ കൊല്ലാനായിട്ട് അവൻ വണ്ടി ഇടിപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് സാറിനെ ഞങ്ങൾക്കിപ്പോ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളോട് സഹകരിക്കണം. പാതി ചത്ത അവസ്ഥയാ. കൊണ്ടുപോയാ നിങ്ങൾക്ക് നല്ല ബാധ്യതയായിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. സ്വാമി, ഒരാള് വായി തോന്നുന്നത് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് നിയമം നടപ്പിലാക്കാൻ ഇറങ്ങിയ നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. എനിക്കറിയാലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്തു പറഞ്ഞാലും അറസ്റ്റ് ഒഴിവാക്കാൻ യാതൊരു മാർഗവുമില്ല. ഞങ്ങളോട് സഹകരിക്കണം. ഡോ അറസ്റ്റ് സാർ. അയ്യോ, പറ്റില്ല. മഹേന്ദ്ര സാറിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. സ്വാമി തടയണ്ട. അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. താങ്ങേണ്ടി വരും, എന്നാലേ കൊണ്ടുപോകാൻ പറ്റൂ. അത് ഞങ്ങൾ പിടിച്ചോളാം. ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിടിക്കണോ സാർ? സാറേ, അയ്യോ മഹേട്ടാ. പോയിട്ട് വരാൻ നിർമ്മലേ. കൊണ്ടുവരൂ. അയ്യോ, കൊണ്ടുപോടോ. മഹേട്ടാ, ഒന്ന് വേഗം കൊണ്ടുപോടോ. ഈ ഒരു അവസ്ഥയില് അച്ഛനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അറസ്റ്റ് ചെയ്യാതിരിക്കാനാവില്ല. അതുണ്ടാവുമല്ലോ. ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും അച്ഛൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പാതി തളർന്ന അവസ്ഥയിലിരിക്കുന്ന എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ അച്ഛനെ ഹാജരാക്കും. അതേ ഇവിടെ നടക്കൂ. എങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഏത്? ഈ 3 പോലീസുകാരുടെ ബലമാണോ? അച്ഛനു വേണ്ടി പടപൊരുതാൻ വന്ന് നിൽക്കുന്ന മകന്റെ ശക്തിക്ക് മുന്നിൽ ഇതൊന്നും മതിയാവില്ല സാറേ. പിന്നെ നിങ്ങൾ വെറും കൈയോടെ മടങ്ങിപ്പോവേണ്ടി വരും. അല്ല, എവിടെ നിങ്ങളുടെ തല? CA റസാക്ക്. അവനെ വിളിച്ച് ചോദിക്ക്. ശിവൻ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണോന്ന്. അപ്പൊ അവൻ അവിടെ നിന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്യണോന്ന്. ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്. ഹലോ, അത് സാർ ഇവിടെ
കളക്ടറും ഇപ്പൊ നിങ്ങളുടെ സൈഡാണല്ലേ? ദേ, തൽക്കാലം ഞങ്ങൾ പോകുന്നു. പക്ഷേ ഇനി ഞങ്ങൾ വരുമ്പോ ഇതുപോലെ വെറും കൈയോടെ പോകുമെന്ന് വിചാരിക്കണ്ട. ദാ, ഇയാളെയും പൊക്കിയെടുത്തോണ്ടേ പോകൂ. ആയിക്കോട്ടെ, അത് അപ്പോഴല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സാർ ഇറങ്ങിയാട്ടെ. പോടോ. മോനെ ശിവ, മഹേട്ട. അയ്യോ മഹേട്ട, എന്തു പറ്റി? ഇത്രയൊക്കെ ഉള്ളു നിർമ്മല മനുഷ്യന്റെ കാര്യം. എന്താടാ ഒരു ഉന്മേഷക്കുറവ്? ഉറക്കം തീരെ കിട്ടണില്ല സാറേ. സെല്ലിനതൊക്കെ ശോകമാ. പിന്നെ ആന കൊതുകും. ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകിടണ്ടേ സാറേ? ആ, നിനക്ക് വേണ്ടി ഞാനവിടെ പട്ടുമത്ത് വിരിച്ചു തരാം. എന്താ? അല്ല സാറേ, ഒരു പുൽപ്പായെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ചെല്ല്. ബാക്കി നമുക്ക് കോടതിയിൽ ചെന്നിട്ട് തീരുമാനിക്കാം. ആ, എന്താടാ, കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇവനെ ഒന്ന് കണി കാണാൻ വന്നതാണോ നീ? കണി കാണാനല്ല, ഇവനെ ഒന്ന് കോമരം തുള്ളിച്ചാ കൊള്ളാവുന്നുണ്ട്. പക്ഷേ റസാക്കെ, നീ ഒന്ന് കനിയണം. ചുമ്മാ പോവാൻ നോക്ക് ശിവ. പഴയ സൗഹൃദം ഒന്ന് പുതുക്കിന്ന് വെച്ച് തലേ കയറാൻ നോക്കല്ലേ. റസാക്കെ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകാശിനെ കൊല്ലാൻ എന്റെ അച്ഛൻ ഇവന് കൊട്ടേഷൻ കൊടുത്തെന്നല്ല ഇവൻ പറയുന്നേ. അത് ശുദ്ധ നുണയാണ്. അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആ, അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. റസാക്കെ, കോടതിയിൽ തെളിയണമെങ്കിൽ ഇവൻ ചെയ്ത കുറ്റം ഇവൻ ഏറ്റു പറയണ്ടേ? അതിവൻ പറയില്ലല്ലോ.